أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹബഹുമാനരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ അൻകബൂത്തിന്റെ 46-ാമത്തെ വചനത്തെ പറ്റിയാണ് ഇന്ന് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ദൈവസ്മരണയുടെ മഹത്തരവും അത് നിലനിർത്താനുള്ള വഴികളും സൂചിപ്പിച്ചതിന് ശേഷം ഇസ്ലാമിക പ്രബോധനം, മുസ്ലിം ഒരാളോട് സംവദിക്കേണ്ട രീതി, അത് എങ്ങനെയാണെന്നും പ്രതിയോഗികളോട്, വിശിഷ്യ പ്രതിയോഗികളോട് സംവദിക്കേണ്ടത് എപ്രകാരമാണെന്നും വിശദീകരിക്കുകയാണ് വചനം 46-ലൂടെ അള്ളാഹു ചെയ്യുന്നത്. വല തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹി അഹ്സൻ. നിങ്ങൾ അഹ്ലു കിതാബിൻ്റെ ആളുകളോട് നല്ല രീതിയിലല്ലാതെ നിങ്ങൾ തർക്കം നടത്തരുത് എന്നാണ്. വിശ്വാസികളായ ആളുകൾ സംവാദം നടത്തുമ്പോൾ അത് കേവലം തർക്കിക്കാനോ വാക്ചാതുര്യം കൊണ്ടും അറിവുകളുടെ ആധിക്യം കൊണ്ടും സംവാദകനെ തോൽപ്പിച്ച് കളയാനുള്ള തരത്തിലോ അങ്ങനെയൊന്നും ആവരുത്. അത് കേവലം അപരനെ, പ്രതിയോഗിയെ അടിച്ചിരുത്താനും തൻ്റെ മികവ് പ്രകടിപ്പിച്ചു എന്ന് വരുത്താനുമുള്ള ഒരു സംഗതി മാത്രമായി തീരും. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഒരു വിശ്വാസി സംവദിക്കേണ്ടത് ക്രിയാത്മകമായ സംവാദത്തിലൂടെ, ആരോഗ്യകരമായ ചർച്ചയിലൂടെ ആയിരിക്കണം എന്നാണ്. ഈ ഭാഷയിൽ ജാതല എന്ന് പറഞ്ഞാൽ കേവലം തർക്ക കുതർക്കങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ പറയും. ഇവിടെ അത്തരം തർക്കങ്ങൾ ആവരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാതല എന്ന് പ്രയോഗിച്ചതിന് ശേഷം വലാ തുജാദിലു, നിങ്ങൾ അങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത തർക്കം എന്ന നിലയിലുള്ള തർക്ക കുതർക്കങ്ങൾ അത് വേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഏത് നിലക്ക് സംവാദിച്ചാലും ശരി, ചിലപ്പോൾ എഴുത്തുകുത്തുകളാവാം, സംസാരങ്ങളാവാം, പാടിയും പറഞ്ഞൊക്കെ ആവാം, അതൊക്കെ കേവലം സദസ്സിലുള്ളവരുടെ, ശ്രോതാക്കളുടെയൊക്കെ കയ്യടി വാങ്ങുക എന്ന ലക്ഷ്യമാവരുത്. മറിച്ച് ആശയസമ്പുഷ്ടമായ എതിരാളിയെ മാനിക്കുന്ന, സംവാദത്തിൻ്റെ ലക്ഷ്യത്തെ സാധ്യമാക്കുന്ന, അതിൽ ഉപയോഗിച്ച മാർഗങ്ങൾ, രീതികൾ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന നിലക്കുള്ള തർക്കങ്ങളൊക്കെ ആയിരിക്കണം, സംവാദമൊക്കെ ആയിരിക്കണം നടക്കേണ്ടത് എന്നാണ്. അതാണ് ഇല്ലാ ബില്ലത്തിഹി ആക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് അത് പറയുന്നുണ്ട്, ഇദ്ഫഅ ബില്ലത്തിഹി അഹ്സൻ. നിങ്ങൾ പ്രതിരോധിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപം കൊണ്ട്, നല്ലതായ കാര്യം കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി വചനത്തിൽ അഹ്ലു കിതാബ് എന്ന് പറയുന്നുണ്ട്. അഹ്ലു കിതാബ്, വേദക്കാരായ ആളുകൾ, അവരോട് തർക്കിക്കുമ്പോൾ എന്നാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, എടുത്തു പറഞ്ഞിട്ടുള്ളത് അവരെ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ സംവദിക്കാൻ വരുന്നവരിൽ ഇസ്ലാമിനോട് മൃദു സമീപനമുള്ള ആളുകളുണ്ടാവും, തികഞ്ഞ വെറുപ്പുള്ള ആളുകളുണ്ടാവും എന്നുള്ളതാണ്. അവരാരായിരുന്നാലും ശരി, സംവദിക്കേണ്ടത് അഹ്സനായ രീതിയിലായിരിക്കണം. അവർ കേവലം ഒരു സൂചന എന്ന നിലക്കാണ് അഹ്ലു കിതാബിനെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വിശേഷം അവരുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംവദിക്കാൻ വരുന്നവരിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവരോടൊക്കെ ഒരു അതിൻ്റേതായിട്ടുള്ള മാന്യതയിലാണ്, അഹ്സനായ രൂപത്തിലാണ് സംവദിക്കാൻ കഴിയേണ്ടത് എന്നുള്ളതാണ്. അതല്ലാതെ അഹ്ലു കിതാബിനോട് മാത്രം അഹ്സനായ രീതിയിലും ബാക്കിയുള്ളവരോടൊക്കെ ഏത് തോന്നിയ രീതിയിലും ആവാം എന്നല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏറ്റവും അഹങ്കാരിയും ധിക്കാരിയും ഒക്കെ ആയ, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ജീവിച്ചിരുന്ന ഫറോവയിലേക്ക് പ്രബോധനത്തിന് പറഞ്ഞേക്കുമ്പോൾ ഖൗലൽ ലയ്യിന എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാന്യമായ, ലാളിത്യത്തിൻ്റെ ലയ്യനായ വാക്കുകളൊക്കെ ഉണ്ടായിരിക്കണം മൂസ നീ പ്രബോധനം നടത്തേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അഹ്ല കിതാബിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അവരെ പരമ്പരയും കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഈ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയുമായി ബന്ധപ്പെട്ട അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു മടുപ്പ് ബാക്കി എല്ലാവരും അവർ അംഗീകരിക്കുന്നു. പക്ഷെ അവസാനം വന്നത് അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബ പരമ്പരയിൽ നിന്നുള്ള, മക്കത്തെ ഖുറൈശികളിൽ നിന്നുള്ള മുഹമ്മദ് എന്ന അവർ വിചാരിക്കാത്ത ഒരു പരമ്പരയിൽ നിന്ന് വന്നു എന്ന കാരണത്താൽ അതിനോടുള്ളൊരു എതിർപ്പ്, അതിനോടുള്ളൊരു മടുപ്പ് മാത്രമാണ് ഈ ഖുർആനിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്ന്
അവർ വിട്ടു നിൽക്കാനുള്ള കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലക്ക് ആലോചിച്ചാൽ ഈ ഒരു അവസാന ഭാഗം മാത്രം അങ്ങനെ മാറ്റി വെച്ചാൽ അവർ മറ്റു പ്രവാചകന്മാരെയും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അവരുടെ സ്ത്രീകളുമായൊക്കെ വിവാഹബന്ധം പോലും അനുവദിക്കുന്ന വചനങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ കാണാമെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ മതത്തോട് ഏറ്റവും അടുപ്പമുള്ളവർ എന്ന നിലക്ക് അവരെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതൊരു ഭാഗം. രണ്ടാമത്തെ ഒരു സംഗതി, ഇസ്ലാമിനോട് കടുത്ത ശത്രുത വെക്കുന്നവരും ഇസ്ലാമിൻ്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഗൂഢതന്ത്രങ്ങൾ അങ്ങനെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാത്ത രീതിയിൽ മറഞ്ഞ രഹസ്യമായിട്ടുള്ള രീതിയിലൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അവരെ കടുത്ത ഭാഷയിൽ അള്ളാഹു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ? ഖുർആനിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ആ നിലക്ക് ദൈവിക മതത്തെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ന നിലക്ക് ശത്രുത കൊണ്ട് പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ അവർ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വിഭാഗത്തെയും അഹ്ലു കിതാബിലുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ആളുകൾ അഹ്ലു കിതാബിലുണ്ട് എന്നാണ്. എല്ലാം ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്നല്ല, എല്ലാം അറിഞ്ഞിട്ടും അതിനോട് കടുത്ത വൈര്യം വെക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ തന്നെയുള്ള സംവാദം എങ്ങനെയായിരിക്കണം? അത് അക്സനായ രൂപത്തിലായിരിക്കണം എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ മറ്റൊരു ക്ലോസ് അള്ളാഹു അവിടെ വെക്കുന്നുണ്ട്, ഇല്ലല്ലദീന ളലമു മിൻഹും, അവരിൽ നിന്ന് അക്രമം ചെയ്തവരൊഴികെ. ആ ഒരു ഭാഗം പ്രത്യേകം ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ വായിക്കാം. അതായത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ആളുകളിൽ നിന്ന് മൃദു സമീപനം ഈ ഖുർആനിനോട്, അത് പ്രകടിപ്പിക്കുന്ന ദീനിനോട്, അത് കൊണ്ടുവരുന്ന മതത്തോട് ഉള്ള ആളുകളുണ്ട്. എന്നാൽ അതിനോട് കടുത്ത വൈര്യം വെക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ അതിൻ്റെതായ രീതിയിൽ മാന്യത കൈവെടിയാതെ അക്സനായ രൂപത്തിൽ ഇദഫ് പ്രതിരോധിക്കുകയും തുജാദിൽ തർക്കം നടത്തുകയൊക്കെ വേണമെന്നുള്ളതാണ്. എന്നാൽ ഇല്ലല്ലദീന ളലമു, അവരിൽ അക്രമം പ്രവർത്തിച്ചൊരൊഴികെ എന്ന് പറയുമ്പോൾ എപ്പോഴും വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും മാത്രം സംവാദം ആയിക്കൊള്ളണമെന്നില്ല. സത്യത്തെ പരാജയപ്പെടുത്താൻ അസത്യവാദികൾക്ക് അവരാരും ആവട്ടെ അവർക്ക് കഴിയാതെ വരുമ്പോഴേ അവർ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. സംവാദത്തിൻ്റെ അപ്പുറം അത് തോൽപ്പിക്കാൻ കഴിയില്ല, സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിനെ തകർക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് വരുമ്പോൾ അസത്യം തോൽക്കുമെന്ന് ഉറപ്പാകുമ്പോൾ പിന്നെ അത് ഇങ്ങനെ ഒരു കയ്യൂക്ക് കൊണ്ട്, കാര്യം കൊണ്ട് തോൽപ്പിക്കാൻ വയ്യാതെ വരുമ്പോൾ കയ്യൂക്ക് കൊണ്ട് തോൽപ്പിക്കാനുള്ള ഒരു പണി സ്വാഭാവികമായിട്ട് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. അവരുള്ള ആളുകളാണ് അവിടെ ളലമു സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സന്ദർഭം ഉണ്ടായാൽ തിരിച്ചും അവർക്കെതിരെ പോരാടാനോ അവരെ ആ നിലക്ക് തന്നെ നേരിടാനും യുദ്ധം വരെ അവരുടെ കാര്യത്തിൽ പ്രഖ്യാപിക്കാനൊക്കെ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ഇല്ലല്ലദീന ളലമു മിൻഹും എന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാത്ത ആളുകളോടൊക്കെ വളരെ ആക്ഷനായിട്ട് തന്നെ ആയിരിക്കണം. ഇനി വചനത്തിൽ പറയുന്ന മറ്റൊരു ഭാഗം, വഖൂലു ആമന്ന ബില്ലദി ഉൻസില ഇലൈന വ ഉൻസില ഇലൈക്കും വ ഇലാഹുന ഇലാഹുക്കും വാഹിദ് വ നഹ്നു ലഹു മുസ്ലിമൂൻ. അതായത് നിങ്ങൾ ഈ സംവാദകരായ, അതായത് വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകളോട് പറയാണ്, നിങ്ങൾ എന്തും കൂടെ പറയണം, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥം അതായത് ഖുർആൻ, അതോടൊപ്പം തന്നെ ഉൻസിലയിലേക്കും നിങ്ങളിലേക്കും ഇറക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥം അതായത് നേരത്തെ ഇറങ്ങിയിട്ടുള്ള മുൻവേദങ്ങൾ, ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ പറയണം. മാത്രമല്ല വ ഇലാഹുന വ ഇലാഹുക്കും വാഹിദ്, നിങ്ങളുടെയും ഞങ്ങളുടെയും ആരാധ്യൻ അവൻ ഏകനാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറയണം എന്നാണ്. ഇതാണ് ആ വചനത്തിൻ്റെ 2ാമത്തെ ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ അങ്ങനെ 1 by 1 ആയിട്ട് മനസ്സിലാക്കാന്നുള്ള. ഒന്ന്, ഈ സംവാദം തുടങ്ങേണ്ടത് പരസ്പരം യോജിച്ച് നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവ അംഗീകരിച്ചുകൊണ്ട് സംവാദം നടക്കുക എന്നുള്ളതാണ്. ആ സംവാദം അതിൻ്റെ അല്ലെങ്കിൽ ആ പ്രബോധനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ അഹ്ലു കിതാബിൻ്റെ വേദങ്ങളിലും ശേഷം അതിൻ്റെ അവസാനമായി ഇറങ്ങിയ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞത് ഈ രണ്ടും അവർക്കിടയിലുള്ള യോജിപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ 2 കൂട്ടരും സമ്മതിച്ചു കൊണ്ടായിരിക്കണം എന്നുള്ള അങ്ങനെയുള്ള യോജിപ്പുള്ള കാര്യങ്ങൾ ആദ്യം സംസാരിക്കുക. അപ്പോൾ ആ യോജിപ്പിൽ നിന്ന് പിന്നീടുള്ള ഈ വ്യത്യാസങ്ങളായ കാര്യങ്ങളിലേക്ക് പോയി ചർച്ച പോകുമ്പോൾ അതൊന്നും കൂടെ ഒരു ആരോഗ്യകരമായ ചർച്ചയായി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഒരു രീതി ആവണം സംസാരങ്ങളിൽ, സംവാദങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ മുൻവേദങ്ങളിലുള്ള ദൈവസങ്കല്പവും അതോടൊപ്പം തന്നെ ഈ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ദൈവസങ്കല്പവും അതൊക്കെ ഏകനായ ആരാധനയാണ്, ഒരൊറ്റ ആരാധനയാണ്, ഏകശക്തിയെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ള ആ ഒരു യോജിച്ച് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ സമ്മതിച്ചു കൊണ്ടായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ യാ അഹ്ലൽ കിതാബ്,
വേദത്തിൻ്റെ ആളുകളോട് പറയാം, തആലൗ നിങ്ങൾ വരി ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ, നമ്മുടെ ഇടയിൽ യോജിച്ച് നിൽക്കുന്ന സമമായി നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരി. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അവരോടുള്ള സമീപനം സംസാരിക്കാനൊക്കെ പോകുമ്പോൾ എന്നുള്ള ഒരു പ്രബോധനത്തിൻ്റെ ഒരു യുക്തിപൂർണമായ ഒരു ശൈലിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ആദ്യം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആ സംവാദം അവിടെ തന്നെ അവസാനിക്കുന്ന രൂപത്തിലേക്കുള്ളൊരു ചർച്ച അങ്ങനെയല്ല വരേണ്ടത് എന്നുള്ള. മറ്റൊരു കാര്യമുള്ളത്, ഏതൊരാളോടും സംവാദം നടത്തേണ്ടത് അല്ലെങ്കിൽ പ്രബോധനം ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് പ്രമാണങ്ങളെ മുറുകെ പിടിച്ചായിരിക്കണം എന്നുള്ളതാണ്. ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ പ്രമാണം എന്നുള്ളതാണ്. അതിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ നിന്ന് പറഞ്ഞതാണ് പ്രമാണങ്ങൾ. നിങ്ങളും പ്രമാണം, ഞങ്ങളും പ്രമാണം വെച്ചിട്ടുള്ള ചർച്ചകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രമാണങ്ങളിലൊന്നും കൂട്ടിച്ചേർത്ത് സംസാരിക്കാവുന്നതല്ല. പ്രമാണങ്ങളിൽ ഉള്ളതിനെ മറച്ചു വെച്ചും വെട്ടിമാറ്റിയിട്ടും സംസാരിക്കാവുന്നതല്ല. ആ നിലക്കായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഈ സംവാദത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത് എന്ന് ഇവിടെ ഒരു സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഒരു സംവാദത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? അത് ഏകനായ രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുക, ഇലാഹുക്കും വാഹിദ്, അത് പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല സംവദിക്കുന്നവൻ്റെ ശ്രോതാവിൻ്റെ കണ്ണിനെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് തുറപ്പിക്കുക, അവൻ്റെ ചിന്തയെ കൊണ്ടുവരിക, അവൻ്റെ ശ്രദ്ധയെ അവൻ്റെ പ്രമാണങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം സംവാദം നടത്തേണ്ടത്. ഇതാണ് സംവാദത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുകൂടെ അവിടെ ഓർമ്മപ്പെടുത്തുന്നു എന്നൊക്കെയാണ്. ഇനി അവസാനം വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നും കൂടെ പ്രഖ്യാപിക്കാനാണ്. അവിടെ ഞങ്ങൾ അവന് വേണ്ടി മുസ്ലിമായിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതായത് കീയൊതുങ്ങിയിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായും റബ്ബിനെ ഉൾക്കൊണ്ടവരും അവൻ്റെ വേദങ്ങളെയും ഈ അവസാനത്തെ വേദത്തെയും അതിന് മുമ്പുള്ള വേദങ്ങളെയും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയവരാണ്, അംഗീകരിക്കുന്നവരാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നാണ്. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി അവിടെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് ഞങ്ങൾ അതിൽ ശക്തമായി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ ചർച്ചയിൽ പ്രമാണബദ്ധമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അപ്രകാരം അംഗീകരിക്കാൻ, അത് അംഗീകരിച്ച കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ആ പ്രമാണത്തിൽ നിന്നാണ് ഞങ്ങളും സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ കീയൊതുങ്ങിയിരിക്കുന്നു, പ്രമാണം വെച്ച് എന്ത് പറഞ്ഞാലും എൻ്റെ ഇതുവരെയുള്ള എൻ്റെ എല്ലാ താല്പര്യങ്ങളെയും എൻ്റെ അഭിപ്രായങ്ങളെയും എൻ്റെ ചിന്തകളെയും എൻ്റെ വായനകളെയും ഒക്കെ മാറ്റിവെച്ച് ഞാൻ അതിനെ കീഴൊതുങ്ങാൻ റെഡിയാണ്. നേരത്തെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇനിയും അത്തരത്തിലുള്ള എന്തും ചൂണ്ടിക്കാണിച്ചാൽ അത് മാറാനും ആ നിലക്ക് അംഗീകരിക്കാനൊക്കെ റെഡിയാണ് എന്നുള്ളൊരു ബോധ്യത്തോടെ ആയിരിക്കണം ഒരു മുസ്ലിം അവൻ സംവാദത്തിന് പോവേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ പരാമർശത്തിലൂടെ ഒളിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞാൻ അവന് അപ്പാടെ ആ പറഞ്ഞ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങളൊക്കെ അപ്പാടെ അനുസരിച്ച് മനസ്സിലാക്കി കീയൊതുങ്ങിയിട്ടുള്ള ആൾ തന്നെയാണ് എന്നർത്ഥത്തിലുള്ള ഒരു സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഈമാനിൻ്റെ ബലം നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.